ഹലോ, അപ്പം എന്ന് വന്നിരിക്കുന്നത് കുറേ സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. അഡ്മിഷൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സിരിപ്പ് ചാനൽ. ആദ്യത്തെ OTT റിലീസ് അപ്ഡേറ്റ് കരിക്കൻ എന്ന് പറഞ്ഞ മലയാള സിനിമേൻ്റെയാണ്. പടത്തിൻ്റെ OTT അവകാശം സൺനെക്സ്റ്റ് ആണ് മേടിച്ചിരിക്കുന്നത്. മലയാള സിനിമ ജനുവരി മാസം 15-ാം തീയതിയാണ് സിനിമ റിലീസിന് പോകുന്നത് സൺനെക്സ്റ്റിലൂടെ. എന്തെങ്കിലും കാത്തേക്ക് നമുക്ക് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ OTT റിലീസായിട്ട് ജനുവരി മാസം 15-ാം തീയതി സൺനെക്സ്റ്റിലൂടെ. അടുത്തൊരു OTT റിലീസ് അപ്ഡേറ്റ് അന്യഭാഷ സിനിമേൻ്റെയാണ്. ദന്തോറ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ജനുവരി മാസം തന്നെയാണ് ഈ ഒരു തെലുങ്ക് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അത് നമ്മുടെ ആമസോൺ പ്രൈമില്. തെലുങ്ക് സിനിമയാണെങ്കിൽ പോലും മലയാളത്തിലെ സിനിമ ഡബ് ചെയ്ത് തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT റിലീസ് വരുന്നുണ്ട്. സിനിമ ഈ വരുന്ന ജനുവരി 14 മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് അണ്ണാത്ത എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. നമ്മുടെ രജനികാന്തിൻ്റെ സിനിമയല്ല, ഇത് വേറൊരു തമിഴ് സിനിമയാണ്. എന്തായാലും ഈ ഒരു ചിത്രം സിംപ്ലി സൗത്തിലും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് തമിഴ് പതിപ്പിലായിട്ട് സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസിന് പോകും ജനുവരി മാസം 13-ാം തീയതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നാണ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഗുരും പാപ്പി റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു അന്യഭാഷാ സിനിമേൻ്റെയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. പടത്തിൻ്റെ OTT അവകാശങ്ങൾ ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. ZEE5ലൂടെ സിനിമ ഈ വരുന്ന ജനുവരി മാസം 16-ാം തീയതിയാണ് OTT റിലീസിന് പോകുന്നത്. എന്തായാലും ഈ ഒരു തെലുങ്ക് സിനിമയ്ക്കായിട്ടും കാത്തിരിക്കും നമുക്ക് OTT റിലീസ്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് അഭിനയിച്ച തേരി ഇഷ്കുമേ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമ ഹിന്ദി, തമിഴ് ഭാഷയിലേക്കായിട്ടാണ് തിയേറ്റർ റിലീസ് വന്നത്. ഇപ്പോൾ സിനിമ OTT റിലീസിന് പോവുകയാണ്. തിയേറ്റർ റിലീസ് ശേഷം നെറ്റ്ഫ്ലിക്സ് ആണ് പടത്തിൻ്റെ OTT റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതിയാണ് പോകുന്നത് OTT റിലീസ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിലൊക്കെ ആയിട്ടായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. മലയാളം പതിപ്പ് അവൈലബിൾ അല്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ മലയാളം ഡബ് വരുമോ ഇല്ലയോ എന്ന്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ആമസോൺ ഒറിജിനൽ സിനിമയായ ചിക്കാറ്റിലോ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. എന്തായാലും ഇത് ആമസോൺ പ്രൈം സിനിമയാണ്. തിയേറ്റർ റിലീസൊന്നും വന്നിട്ടില്ല. ഡയറക്റ്റ് OTT റിലീസിന് പോകുന്ന ചിത്രം കൂടിയാണ്. തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷയിൽ പടം നമുക്ക് OTT റിലീസ് ശേഷം കാണാൻ സാധിക്കും ജനുവരി മാസം 23-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് മമ്മൂക്ക ആരാധകർക്കുള്ള ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ്. കളം കാവൽ പടത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ്. കളം കാവൽ അങ്ങനെ OTT റിലീസ് ചെയ്യുകയാണ്. സോണി ലിവാണ് പടത്തിൻ്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും പാൻ ഇന്ത്യൻ ലെവൽ ഡബ് ചെയ്തിട്ടാണ് പടം OTT റിലീസ് ചെയ്യുന്നത്. സോണി ലിവില് ജനുവരി മാസം 16-ാം തീയതിയാണ് പടം OTT റിലീസ് ചെയ്യുന്നത്. തിയേറ്ററുകളിലെ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു. എന്തായാലും സിനിമ ഇനി OTT റിലീസിന് ശേഷം നല്ലൊരു റെസ്പോൺസ് നേടിയെടുക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ദിലീപ്, ലാലേട്ടൻ എന്നിവർ അഭിനയിച്ച സിനിമയാണ് ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ OTT അവകാശം ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. ജനുവരി 16-ാം തീയതി സിനിമ മലയാളത്തിലും മറ്റു ഭാഷകളിലും OTT റിലീസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും മലയാളത്തിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നത് ജനുവരി 16-ാം തീയതി. ഏറ്റവും വലിയ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അൺഒഫീഷ്യലായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ സാലറീൻ്റെ അടുത്ത് പോലും വരുന്നില്ല പടത്തിൻ്റെ OTT റൈറ്റ്സ് മേടിച്ച എമൗണ്ട്. എന്തായാലും നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന അൺഒഫീഷ്യൽ നമ്പേഴ്സ് 5 കോടി എങ്ങാണ്ടാണ് സിനിമേൻ്റെ OTT ബിസിനസ് ഡീൽ ZEE5 ആയിട്ട് ക്ലോസ് ചെയ്ത് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ OTT അപ്ഡേറ്റുകൾക്കായിട്ട്. പക്ഷേ ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സിരിപ്പ് ചാനൽ.